ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ സർക്യൂട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത് മടിക്കേരി, സുള്യ, മാംഗ്ലൂർ, ഗോകർണ, ഗോവ ട്രിപ്പാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ മടിക്കേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓൺ ദ വേ ആണ് ഇപ്പോൾ ഞങ്ങൾ. അതുകൂടാതെ ഇപ്പോൾ മടിക്കേരി വരുന്ന വഴിക്ക് ഇപ്പോൾ നമ്മൾ ബോർഡറൊക്കെ കഴിഞ്ഞു. ബോർഡറിലൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നുമില്ല. വണ്ടി പാസ് ചെയ്യുന്നതിനാലും പോകുന്നതിനാലും വരുന്നതിലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ അതുകൂടാതെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഓൾറെഡി പോവുകയൊക്കെ ചെയ്ത വഴിയാണല്ലോ. അതുകൊണ്ടാണ് നമ്മളത് ഫോളോ ചെയ്തിട്ട് മടിക്കേരിയിലേക്ക് യാത്ര തിരിച്ചത്. അപ്പോൾ അതുമാത്രമല്ല, പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി ഒരു ചെറിയൊരു നഴ്സറി ഗാർഡൻ്റെ അടുത്തായിട്ടാണ്, വലിയൊരു നെൽപ്പാടത്തിൻ്റെ നടുവിലായിട്ട് ഒരു നഴ്സറി ഗാർഡൻ, നമ്മുടെ ചെടികളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ടല്ലോ, അതാണ്. വലിയൊരു നെൽപ്പാടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ നഴ്സറി ഗാർഡൻ വരുന്നത്. പിന്നെ നമ്മളൊരു മൂന്ന് പേരായിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഫ്രണ്ടാണ് നബീൽ എന്ന് പറഞ്ഞിട്ട്, അവന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, ട്രാവൽ ടെക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒന്ന് നമ്മുടെ ക്യാമറമാനാണ് വൈശാഖ്. അത് വഴിയിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വണ്ടിയിൽ വെച്ച് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒരു രണ്ടാമത്തെ അറ്റംപ്റ്റാണ്. ഞാനൊന്ന് ഓൾറെഡി ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പോസ്റ്റ് വെഡ്ഡിങ്ങിന്, ഞാൻ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെ ഒരു ഷൂട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എല്ലാവരും ഒന്ന് കാണണം. അതുപോലെ തന്നെ ഇതൊന്ന് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വിരാജ്പേട്ടയ്ക്ക് നിന്ന് മടിക്കേരി പോകുന്ന റൂട്ടിലുള്ള ഒരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കാക്കോട്ടുപറമ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇപ്പം ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ടൂറിസ്റ്റ് പ്ലേസ് തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ കൊറോണ ആയത് കാരണം അവിടെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത്. അങ്ങോട്ടേക്കാർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത്. അത് ഓപ്പൺ ആക്കിയിട്ടില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മുന്നേ വന്ന സമയത്ത് ഞാൻ ആ മലേൻ്റെ മേലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്, മടിക്കേരി ഭാഗത്തേക്ക്. അങ്ങനെ നമ്മൾ മടിക്കേരി എത്തിയിരിക്കുകയാണ്. മടിക്കേരി ടൗണിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. മടിക്കേരി ടൗണിൻ്റെ അകത്ത് തന്നെയാണ് ഈ മടിക്കേരി ഫോർട്ട്. അതൊക്കെ ഏതായാലും അവിടെ അകത്ത് കയറാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. മടിക്കേരി ഫോർട്ട്, മടിക്കേരി മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട്. അകത്ത് വീഡിയോ അലൗഡ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാതിരുന്നത്. എന്നാലും സ്ഥലത്ത് കുറേ പ്രതിമകളും അങ്ങനെയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാണാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സമയങ്ങൾ പോകാനൊക്കെ കുഴപ്പമില്ല. നല്ല രസമുള്ള ഒരു സംഭവമാണത്. ഒരു 5-10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും. ഇതാണ് അപ്പം നമ്മുടെ മടിക്കേരി ഫോർട്ട്. നമ്മളിപ്പോൾ
മടിക്കേരിയുള്ള രണ്ടാമത്തെ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. മടിക്കേരി ടൗണിൻ്റെ അകത്ത് തന്നെയുള്ള രണ്ടാമത്തെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. രാജാസ് സീറ്റ് അതാണ് സ്ഥലത്തിൻ്റെ പേര്. മടിക്കേരി ബസ് സ്റ്റാൻഡ് എടുക്കുന്നത് ജസ്റ്റ് ഒരു 900 മീറ്റർ എന്നൊരു പറയാമല്ലോ. ഒരു റൈറ്റ് സൈഡ് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു 900 കിലോമീറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ രാജാ സീറ്റ് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ. ഈ രാജാ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതൽ നമ്മുടെ കുടകളിലെ രാജാക്കന്മാരൊക്കെ രാജാവും റാണിയൊക്കെ വന്നിട്ട് അവരെ ടൈമും കാര്യങ്ങളും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്രമായിട്ട് വന്നിരിക്കുന്ന ഒരു ലൊക്കേഷൻ. ഇപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് എന്താ അങ്ങോട്ടേക്കുള്ള വ്യൂ, രാജാ സീറ്റിലേക്ക് പോയിട്ടുള്ള വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രാജാ സീറ്റിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെല്ലെ അകത്തേക്ക് കയറണം. ഇവിടെ ചെറിയൊരു ചാർജ് ഉണ്ട് മുന്നേ, പക്ഷെ ഇപ്പം അത് ചാർജ് ഉണ്ടോ എന്ന് അറിയില്ല. അത് നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം. മുന്നേ 10 രൂപ ചാർജ് ഉണ്ടായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. മടിക്കേരി ടൗണിൻ്റെ അകത്ത് തന്നെ പെട്ടെന്നൊക്കെ വന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ മടിക്കേരി വഴി ടച്ച് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് വന്ന് പോകാൻ പറ്റുന്ന ലൊക്കേഷനാണ്. നല്ല പാർക്കും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 10 രൂപയാണ് ടിക്കറ്റ് വാങ്ങിച്ചത്. ക്യാമറയൊക്കെ ഇവിടെ അലൗഡാണ്. ക്യാമറക്കൊന്നും സെപ്പറേറ്റ് ചാർജൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസാണ്. നല്ല ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ മടിക്കേരി ഇപ്പോൾ അധികം ആൾക്കാരും പെട്ടെന്ന് നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ വന്ന് പോകാൻ പറ്റുന്ന ലൊക്കേഷനാണല്ലോ മടിക്കേരി. അപ്പോൾ മടിക്കേരിയിൽ ടൗണിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു സ്പോട്ടാണ് രാജാസ് സീറ്റ്. ആക്ച്വലി ഇതൊരു വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിൻറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ളൊരു പാർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ നടുക്ക് ചെറിയൊരു ബിൽഡിങ്. ആ ബിൽഡിങ് 4 ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ബിൽഡിങ്ങിൻ്റെ ഒരു നിൽപ്പുള്ളത്. വ്യൂ പോയിൻറ്റിലേക്ക് പണ്ടുകാലത്ത് രാജാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അത് എന്താണ് അതിൻ്റെ സംഭവം എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഈ രാജാ സീറ്റ്സിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിനനുബന്ധിച്ചിട്ടുള്ളൊരു പാർക്കാണിത്. ഈ പാർക്കിൻ്റെ നേരെ എതിർവശം വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ വ്യൂ പോയിൻ്റ്. അതായത് മടിക്കേരി എന്ന് പറഞ്ഞ ടൗണ്, അല്ലെങ്കിൽ മടിക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഭംഗിയുള്ള നല്ല മനോഹരമായ കാഴ്ചയാണിത്. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്. ഒന്നാമത് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പാർക്കും കാര്യങ്ങളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ആൾക്കാർ പൊതുവേ കുറവാണ്. പക്ഷെ എന്നാലും വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് പേര് നമ്പറും വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ വരികയാണെങ്കിൽ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഇതാണ് ഈ രാജാ സീറ്റ് എന്ന് പറഞ്ഞാൽ മടിക്കേരിയുള്ള ഈ ലൊക്കേഷനിലെ വ്യൂ പോയിൻ്റ്. രാജാ സീറ്റ് വ്യൂ പോയിൻ്റ്, അതുപോലെ മയൂര വ്യൂ പോയിൻ്റ് എന്നും കൂടി പറയുന്നുണ്ട്. നമുക്കിപ്പോൾ കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് മാക്കോട്ടം ചുരം കയറി കഴിഞ്ഞാൽ നേരെ വിരാജ്പേട്ട മടിക്കേരി പിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ രാജാ സീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ വ്യൂ പോയിൻ്റ് കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ വേറെ നമ്മുടെ നബീലും വൈശാഖൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ വൈശാഖിനെ ഒന്ന് കാണാം. വൈശാഖ് മാസ്ക് എന്തായിരിക്കും, എങ്ങനെയാണ് നമ്മുടെ രാജാ സീറ്റ് വ്യൂ പോയിൻ്റ്? ഉഷാറല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ഒരു ഈവനിങ് അല്ല ഒരു ആഫ്റ്റർനൂണൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു നല്ല ലൊക്കേഷനായിട്ടാണ് നമുക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് വന്നതിന് വലിയ നഷ്ടമൊന്നുമില്ല. ഇത്തിരി നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റി. ഇനി നെക്സ്റ്റ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന ഡീറ്റെയിൽസ് ഞാൻ പറയാം.
അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം ഇവിടുത്തെ കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലെന്ന് വെച്ചാൽ ഇതൊരു യു ടൈപ്പാണ്. ആ സൈഡിൽ കൂടെ വന്നിട്ട് ആ സൈഡിൽ കൂടെ വന്നിട്ട് ഇതിങ്ങനെ വന്നിട്ട് തിരിച്ചിങ്ങനെ നടന്ന് ഇതുവഴി ഇങ്ങനെ പോക്കാണ്. അപ്പോൾ ചിലപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ചെറിയൊരു കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മാനിൻ്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു ആനേൻ്റെ പ്രതിമയുണ്ട്. ആന നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാവൽ ടെക്കൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തകൃതിയായിട്ട് വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വൈശാഖ് ഉണ്ട് ഒരുമിച്ചിട്ട്. വൈശാഖ് മാസ്ക് അയക്കുന്നില്ല കേട്ടോ. നല്ലതാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നല്ലതായിട്ട് മാസ്ക് അയക്കാത്ത മനുഷ്യൻ മിസ്റ്റർ വൈശാഖ്. ട്രാവൽ ടെക്കിൻ്റെ നബീൽ നമ്മുടെ നബീൽ ഇങ്ങനെ ആനേൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ട്രാവൽ ടെക്ക് അറിയുണ്ടാവും. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം. നബീൽ ചാനലിലേക്ക് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ട അവൻ എപ്പോൾ അടുത്ത ആരെ വീഡിയോ ചെയ്തുകൊണ്ട് അപ്പോൾ പറയുന്നതാണ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ഉണ്ടോ. അവൻ്റെ വീഡിയോയിൽ ആരെങ്കിലും കണ്ട് ഞാൻ അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇതുണ്ട് നല്ല ആനയുടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ശരിക്കും നമ്മുടെ ഒരു കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി തന്നെ കുട്ടികളെ കൂട്ടി വന്നു കഴിഞ്ഞാലും അതിനായിട്ട് തന്നെ ചെയ്തു വെച്ച സംഭവങ്ങളുണ്ട്. ആനയുടെ പ്രതിമ, മാന് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഈ മടിക്കേരി വരികയാണെങ്കിൽ എന്തായാലും ഈ രാജാ സീറ്റ് എന്ന് പറഞ്ഞ സ്ഥലം എന്തായാലും മറന്നു പോകരുത്. ടൗണിൻ്റെ അകത്ത് തന്നെയാണ്, ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ജസ്റ്റ് 900 മീറ്റർ മാത്രം, അതായത് ഒരു 1 കിലോമീറ്റർ അടുപ്പിച്ചിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അതും നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വന്നു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടമാകത്തില്ല. ഓക്കെ, രാജാ സീറ്റിൻ്റെ ഈ പാർക്കിൻ്റെ ഇതുണ്ടല്ലോ, ഈ വാട്ടർ ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഇപ്പോൾ ഈ കൊറോണ കാരണം നിർത്തിവെച്ചിട്ടാണ് ഉള്ളത്. മുന്നേ ഞാൻ 1 കൊല്ലം മുന്നേ 1-2 കൊല്ലം മുന്നേ വന്ന സമയത്ത് ഇവിടെ ഈ പരിപാടി ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരം ആകുന്ന സമയത്ത് വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് വാട്ടർ ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇവിടെ ഇരുന്നിട്ട് ഈ പാർക്കിൽ നിന്നും കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് അബ്ബേ ഫാൾസ്. അല്ലടാ, വാട്ടർഫോൾസേക്ക് നമ്മളടുത്ത് അബ്ബേ വാട്ടർഫോൾസ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ട് എങ്ങനെയാണെന്നുള്ളത് കൂടി കാണിച്ചിട്ട് നമുക്ക് എന്തായാലും അബ്ബേ ഫോൾസിലേക്കാണ്. കമാൺ.
വരാൻ നല്ല സമയം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി ഇതാണ് ഇവിടെ വരാൻ പറ്റുന്ന സീസൺ ടൈം. ആ സമയത്താണ് ഇവിടെ വെള്ളത്തിനൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടാവും. അതിന് മുന്നേ വരുന്ന സമയത്ത് വെള്ളച്ചാട്ടം ഉണ്ടാവില്ല. 2 മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് കുറേ കാലമായതുകൊണ്ട് ചില കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മാസം 1 മാസമായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മടിക്കേരി വരുന്നവർക്കായിട്ട് ഇവിടെ നന്നായിട്ട് വന്നിട്ട് ഒന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഇത് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു മേഖല ഇത് ആസ്വദിക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. താഴത്തേക്ക് പോകുന്നതിന് കാലൊക്കെ കുത്തുന്നതുകൊണ്ട് ഇതായിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അധികം. കാരണം നെക്സ്റ്റ് എന്തായാലും ഈ മടിക്കേരി വരുന്ന ആളാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരണമെന്ന് പ്രത്യേകം പറയും. ഈ നല്ലൊരു മനോഹരമായ കാഴ്ച എന്തായാലും കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു. അപ്പോൾ അബേ വേൾഡ്സിലെ ഇന്നത്തെ ഇത് കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മടിക്കേരിയുമായിട്ടുള്ള അടുത്ത യാത്രകളുടെ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. എല്ലാവരും ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.